രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കാണിക്കുന്ന ഒരു സ്കിറ്റ് നമുക്ക് കാണാം. സ്കിറ്റിന്റെ പേര് ഡോണ്ട് ടച്ച്. ഇതെന്താ ഡോണ്ട് ടച്ച് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്? എന്നാൽ ഇവിടെ താഴെ കൊണ്ടുവച്ചേ. എന്തിനായിരിക്കും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്നാ തൊട്ട് നോക്കിയാലോ? അല്ലേ വേണ്ട, എനിക്ക് ഓഫീസിൽ പോ, സമയമായി. വെറുതെ എന്തിനാ പയ്യാവലി എടുത്ത് തലയെ വെക്കുന്നേ? എന്നാ പോയേക്കാം. ഇതെന്താ ഡോണ്ട് ടച്ച് എഴുതിയേക്കുന്നേ? ഇത് മറ്റേ ബോംബ മറ്റോ ആണോ? തൊട്ടാ പൊട്ടുമോ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കി പോകും. ഇതെന്താ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, എന്താണെന്ന് പോയി നോക്കിയേക്കാം. ഇവിടെ ആരാണോ ഡോണ്ട് ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ അതിലെ മണ്ടന്മാർ എഴുതി വെച്ചായിരിക്കും. ഇപ്പൊ ഇരുന്നാ എന്താ പറ്റണമെന്ന് കാണാമല്ലോ. മോനെ, നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ സംഖ്യയിൽ അടിമപ്പെട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വിഷാദത്തിന്റെ കുഴിയിൽ അകപ്പെട്ടിരിക്കുന്നു. നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. യേശു കർത്താവിന്റെ പാപങ്ങളുടെ പരിഹാരത്തായിട്ടാണ് കാൽവരിയിൽ യാഗമായത്. മോനെ രക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, മക്കളെ രക്ഷിപ്പാൻ എനിക്ക് മാത്രമേ കഴിയൂ. കർത്താവിന് പാപനോത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ആ രക്തം കൂടി മക്കളെ ശുദ്ധീകരിക്കണമേ. ഇവരെ പ്രതിഷ്ഠിക്കുന്ന മതത്തിൽ നിന്ന് ഇവരെ ഒഴിയിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ കർത്താവിന്റെ മക്കളാക്കി തീർന്നതിനായി സ്തോത്രം. ദൈവസാന്നിധ്യം പകർന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പാപനുഖത്തിൽ ആർത്തുപോയ തലമുറ പ്രാർത്ഥനയാൽ സ്വതന്ത്രമായതാണ് ഈ സ്കിറ്റ് നമ്മെ പഠിപ്പിച്ചത്.